ഫ്രണ്ട്സ്, നമ്മുടെ ISROയുടെ അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കേരളത്തിലെ വേക്കൻസി ഉണ്ട്, പിന്നെ ബാംഗ്ലൂരിലാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, ടെക്നീഷ്യൻ ബി വിളിച്ചിട്ടുണ്ട്, പിന്നെ കുക്ക് വിളിച്ചിട്ടുണ്ട്, ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ വേക്കൻസിയിലേക്കാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ISROയുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെക്കാനിക്കലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 3 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ആൻസർ ക്യൂ അതുണ്ട്, അതിൻ്റെ ഒഫീഷ്യൽ ആൻസർ ക്യൂ അടക്കാണ് ഇട്ടായി 2018, 20, 23. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് ജസ്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചെറിയ സർവീസ് ചാർജ് കൊടുത്ത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം. ഈ ഓഗസ്റ്റ് 19-നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൂടെ കാണാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഈ ISROയുടെ തന്നെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് നമ്മുടെ തിരുവനന്തപുരം ഉണ്ട്, പിന്നെ ബാംഗ്ലൂരിലാണ്. ഓക്കെ, ഇങ്ങനെ ഇവിടേക്കാണ് നിലവിൽ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ കണ്ട് നിങ്ങൾ എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാം. അപേക്ഷകൾ തെറ്റുകളൊക്കെ വന്നാൽ നമുക്കത് എഡിറ്റ് ചെയ്യാനും പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് കൗണ്ട് നിങ്ങൾക്ക് കാണാൻ 68.9K ആയിട്ടുള്ളൂ. അപ്പോൾ 100Kയിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ നിങ്ങളാരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വരാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ആദ്യം നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ എൻ്റെ പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്. കാണാം 44,900 മുതൽ 1,42,400 പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ മെക്കാനിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 10 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ തിരുവനന്തപുരം വരുന്ന വേക്കൻസി 8 വേക്കൻസിയും ബാംഗ്ലൂരിൽ 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക, ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. ഈ കണ്ടീഷനുള്ളൂ. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ജസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡ്യൂറേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക. 10 വേക്കൻസി ഉണ്ട് ടോട്ടല്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലൊക്കെ ഉണ്ട്, മാക്സിമം അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിയാതെ പോകണ്ട. ഓക്കെ, അപ്ലൈ ചെയ്യാൻ. പിന്നെ നിങ്ങൾ ഇലക്ട്രിക്കൽ ഒരു വേക്കൻസിയാണ്. ഈ ഇലക്ട്രിക്കലിലെ ഒരു വേക്കൻസി വെച്ചാൽ അത് OBC കാൻഡിഡേറ്റ്സിന് റിസർവ് വേക്കൻസിയാണ്. OBC കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡ്യൂറേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് ഒരു ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ നമ്മൾ ഈ പറയുന്ന മെക്കാനിക്കലിൽ നമുക്ക് ജനറലിൽ 4 വേക്കൻസി ഉണ്ട്, OBCക്ക് 2 വേക്കൻസി ഉണ്ട്, SCക്ക് ഒരു വേക്കൻസി ഉണ്ട്, പിന്നെ EWSന് ഒരു വേക്കൻസി ഉണ്ട്. STക്ക് മാത്രമേ ഇവിടെ വേക്കൻസി ഇല്ലാത്തുള്ളൂ. പക്ഷേ ST കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം, ഈ 4 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ, ജനറൽ വേക്കൻസിയിലേക്ക് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 21,700 മുതൽ 69,100 ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ലെവൽ 3 ആണ്. ഇത് വെൽഡർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ടെക്നീഷ്യൻ ബിയിൽ നിങ്ങൾക്ക് വെൽഡർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഒരു വേക്കൻസിയാണുള്ളത്. ഓക്കെ, അതിൽ ആ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന OBC കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. റിസർവ് വേക്കൻസിയാണ്. ഇതിൽ ഇവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് SSLC, അതായത് നിങ്ങൾ 10th പാസ്സായിരിക്കുക, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ എന്താണ് ഈ പറയുന്ന വെൽഡർ എന്ന് പറയുന്ന ട്രേഡിൽ ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി ITI ഇല്ലെങ്കിൽ നിങ്ങൾക്ക് NAC ഉള്ളവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ITI ചെയ്തോളം നിർബന്ധമല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, അപ്പോൾ ഈ വെൽഡർ എന്ന് പറയുന്ന ഈ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ SSLC പാസ്സായിരിക്കുക, പ്ലസ് 10th ക്ലാസ് കഴിഞ്ഞിരിക്കുക, പ്ലസ് എന്താണ് നിങ്ങൾക്ക് അതത് ട്രേഡുകൾ ITI കഴിഞ്ഞിരിക്കുക. ഇനി ITI ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണ് NAC ഉണ്ടെങ്കിലും അത് വെച്ച് അപ്ലൈ ചെയ്യാം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ കാരണം റെയിൽവേയുടെയൊക്കെ നിങ്ങൾക്ക് ഫ്രഷർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് 10th ക്ലാസ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റിലേക്കൊക്കെ ഡയറക്റ്റ് നമ്മൾ എടുക്കുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു സ്കോപ്പാണ്. അപ്പം 10th ക്ലാസ് കഴിഞ്ഞ് എന്താണ് ITI ചെയ്യാതെ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളൊക്കെ നിങ്ങളുടെ പരിചയത്തിൽ അവർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതിനടുത്തത് ഇലക്ട്രോണിക്സ് ആണ്. 2 വേക്കൻസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് മെക്കാനിക്കിലുള്ള ഇലക്ട്രോണിക്സ് അല്ല കേട്ടോ, സോറി, ഇലക്ട്രോണിക് മെക്കാനിക്കാണ്. ഇലക്ട്രോണിക് മെക്കാനിക്കൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഈ ITIയും അല്ലെങ്കിൽ ഈ പറയുന്ന NAC ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ 10th ക്ലാസ്സും പാസ്സായിരിക്കണം കേട്ടോ. ഓക്കെ, 2 വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ജനറൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു വേക്കൻസി OBCക്ക് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ടേണർ ആണ്. ഇതിലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു വേക്കൻസി ജനറൽ വേക്കൻസിയാണ്. ഏത് കാൻഡിഡേറ്റ്സിന് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് ഈ പറയുന്ന ടേണർ എന്ന് പറയുന്ന ട്രേഡിൽ ഒന്നെങ്കിൽ ITI അല്ലെങ്കിൽ നിങ്ങൾക്ക് NTC അല്ലെങ്കിൽ NAC, ഇതിലേതെങ്കിലും ഒന്നും മതി കേട്ടോ. ഓക്കെ, 3 വേണമെന്നില്ല, 2 വേണമെന്നില്ല. ഓക്കെ, ഏതെങ്കിലും ITIയോ NTC അല്ലെങ്കിൽ പറയുന്ന NSC ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം.
ഇതിനടുത്തത് മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്, ഒരു വേക്കൻസിയാണ്. ഇതും ജനറൽ വേക്കൻസിയാണ്, ആർക്ക് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു വേക്കൻസിക്കാണെന്ന് വിചാരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതെ നിൽക്കരുത്, കാരണം ഇതിൽ വേക്കൻസി ഒക്കെ കൂടാനും കുറയാനൊക്കെ സാധ്യതകളുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ എക്സാം ഫീ റീഫണ്ടൊക്കെ കിട്ടും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറയുന്ന 10ാം ക്ലാസ് പ്ലസ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡിൽ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡിൽ നിങ്ങൾക്ക് ITIയോ അല്ലെങ്കിൽ NTCയോ അല്ലെങ്കിൽ NSCയോ ഉണ്ടായിരിക്കുക എന്നുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും വേണം. പിന്നെ ഫിറ്ററാണ് അടുത്തത്. ഫിറ്റർ നമുക്ക് 5 വേക്കൻസി വന്നിട്ടുണ്ട്. ജനറൽ ഒരു വേക്കൻസി, പിന്നെ OBC, പിന്നെ ST ആണെന്ന് തോന്നുന്നു, SCക്ക് ഒരു വേക്കൻസി, പിന്നെ ST EWS വേക്കൻസി ഇല്ല, പക്ഷേ അവർക്ക് ജനറൽ വേക്കൻസി തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത് തിരുവനന്തപുരമാണ്, പിന്നെ ബാംഗ്ലൂരിലെ വേക്കൻസി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഈ പറയുന്ന ഫിറ്റർ ട്രേഡിൽ ITI അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NSC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്ത മെഷീനിസ്റ്റ് ആണ്. ഇതിലൊരു വേക്കൻസിയാണ്. ഈ ഒരു വേക്കൻസി OBCക്ക് റിസർവ്ഡ് വേക്കൻസിയാണ്, അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, OBC NCL കാൻഡിഡേറ്റ്സിന്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് SSLC അതുപോലെ തന്നെ ഈ പറയുന്ന മെഷീനിസ്റ്റ് ട്രേഡിൽ ITIയോ NTCയോ NSCയോ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. NSC എന്ന് പറയുന്നത് നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ്, ഇത് CK ചെയ്ത് കാണുന്നവരുണ്ടാവും, അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഈ പറയുന്ന NTC എന്ന് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ IT പറയുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. അടുത്ത ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ്. ഇതിൽ നിങ്ങൾക്ക് പേ സ്കെയിൽ കാണാം, 19,900 മുതൽ 63,200 ആണ്. ഇതിൽ നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 2 വേക്കൻസി ജനറൽ ഉണ്ട്, 2 വേക്കൻസി OBC ഉണ്ട്, പിന്നെ ഒരു വേക്കൻസി EWS അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഒന്ന് നമുക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം, ഡ്രൈവിങ്ങിലുള്ള എക്സ്പീരിയൻസ് വേണം. ടോട്ടൽ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് മിനിമം വേണം. ആ 5 ഇയേഴ്സിൽ നമുക്ക് മിനിമം ഒരു 3 ഇയേഴ്സ് നമുക്ക് ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ട് നമ്മൾ ഉള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബാക്കി 2 വർഷം നമുക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിലുള്ള എന്താണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം, മിനിമം ആണ് പറയുന്നത് കേട്ടോ. അതിൽ കുറയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പം നമുക്ക് നമ്മൾ ഇവിടെയൊക്കെ ഇപ്പോൾ ബാഡ്ജ് നിർബന്ധമാണെങ്കിൽ ആ ബാഡ്ജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹെവി വെഹിക്കിൾ ഡ്രൈവറിന് ഈ പറയുന്ന ഡ്രൈവ് ചെയ്യുന്നതിന് ബാഡ്ജ് അതത് സ്റ്റേറ്റ് എന്താണ് നിർബന്ധമാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ബാഡ്ജ് നിർബന്ധമില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ അന്വേഷിക്കുക. ഓക്കെ, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ടോ, അങ്ങനെ എന്തോ ഒരു നിയമം വന്നിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ആ ബാഡ്ജ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, ദെൻ അടുത്ത ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറാണ്. ഇതിൽ നിങ്ങൾക്ക് 19,900 മുതൽ 63,200 ആണ്. ഇതിൽ നിങ്ങൾക്ക് 2 വേക്കൻസിയാണ്. ഈ 2 വേക്കൻസിയും ജനറൽ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC/ST OBC ഏത് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം കേട്ടോ. ജനറൽ വേക്കൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ റിസർവ്ഡ് വേക്കൻസി ഒന്നും തന്നെ ഇല്ല, ജനറൽ വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ഇതിലേക്ക് നമുക്ക് 3 ഇയർ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിട്ട് ഓടിച്ചിട്ടുള്ള ആ ഒരു 3 ഇയർ വർക്ക് എക്സ്പീരിയൻസ് മതി എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത്രയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ കുക്ക് എന്ന് പറയുന്ന പോസ്റ്റിൽ ഒരു വേക്കൻസിയാണ്. അത് നമുക്ക് ഈ പറയുന്ന SC കാൻഡിഡേറ്റ്സിനാണ്, റിസർവ്ഡ് വേക്കൻസിയാണ് കേട്ടോ. കുക്ക് എന്ന് പറയുന്ന ആ ഒരു വേക്കൻസി അത് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വേണം. ഈ പറയുന്ന വലിയ ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീനിലൊക്കെ വർക്ക് ചെയ്ത് കുക്കിംഗ് മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി ഇതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റാണ് 10/9/2024 കണക്കാക്കി നിങ്ങൾക്ക് 35 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ല ഒരു ഏജ് ലിമിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 35 ആണ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. 35 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് 10/9/2024 കണക്കാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏജിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ ഗൂഗിൾ ചെയ്താൽ മതി, ജിയോസിൽ എജുലാൻഡ് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈസി ടൂൾസ് ഉണ്ട്. ഈസി ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഡേറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ നോട്ടിഫിക്കേഷനിലുള്ള 10/9/2024 എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. ഏജ് അറ്റ് ദ ഡേറ്റ് എന്നുള്ളത് 10/9/2024 കൊടുത്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ഏജ് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര വയസ്സായി, എത്ര ഇയർ ആയി, മന്തായി, ഡേ ആയി എന്നതിൽ കാണിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അതത് റിസർവ്ഡ് വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. SC/STക്കൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ അത് അവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 40 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവരുടെ OBC വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. പിന്നെ ഡിവോഴ്സ്ഡ് അതുപോലെ എക്സ് സർവീസ്മാനൊക്കെ നിശ്ചയമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന സാലറിക്ക് പുറമെ എന്താണ് മെഡിക്കൽ ഫെസിലിറ്റി, അതുപോലെ തന്നെ സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ലീവ്, അതുപോലെ നാഷണൽ പെൻഷൻ സ്കീം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ആനുകൂല്യങ്ങളുള്ള ഒരു പോസ്റ്റ് തന്നെയാണത്. പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതിലേക്ക് റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കുക. ഇപ്പം ഈ പറയുന്ന പോസ്റ്റ് നമ്പർ 773 മുതൽ 780 ജസ്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. 773 മുതൽ 780 ആണ്. അതായത് ഈ പറയുന്ന നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് 773 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം
780 ആണ്. 780 എന്ന് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റും ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് കേട്ടോ. ഓക്കെ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അതുപോലെ ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ മെത്തേഡാണ് ഇവിടെ പറയുന്നത്. 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും, 90 മിനിറ്റ് ആയിരിക്കും ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ അതത് ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ അതത് ട്രേഡ് അല്ലെങ്കിൽ ഇപ്പോൾ IT കഴിഞ്ഞില്ലെങ്കിൽ അതത് ട്രേഡ് അല്ലെങ്കിൽ അത് നിങ്ങൾ ഡിപ്ലോമ ചെയ്യാനാണെങ്കിൽ അത് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ISRO LPSCൻ്റെ ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കലിൻ്റെതാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ഞാൻ വെൽഡറിൻ്റെയും എല്ലാം ഇടാം, ടെക്നീഷ്യൻ ബീൻ്റെ ഇടാം, മറ്റു ഡിസിപ്ലിൻ്റെ ഇടാം. അത് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ തരാം കേട്ടോ. വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള ലിങ്ക് ഞാൻ തരാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുമെന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതാ ഡയറക്റ്റ് ഇവിടെ ISRO LPSC PYQ എടുക്കാം. അപ്പോൾ നിങ്ങളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പുതിയ പേജ് ഓപ്പൺ ആയി ഇതിലേക്ക് വരും. ISROൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടാവും. ഇനി ഞാൻ ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ഇവിടെ കാണിക്കും, ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ടും ഏതാണ് ഡിസിപ്ലിൻ വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ജസ്റ്റ് അതിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്കിതിൻ്റെ സ്കിൽ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അത് ക്വാളിഫൈ ചെയ്താൽ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. സ്കിൽ ടെസ്റ്റാണ് ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ നേച്ചറാണ്, ജസ്റ്റ് നമ്മളത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിയോണ്ട് കാര്യമില്ല, ജസ്റ്റ് നമുക്കൊരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട്, അത് നമ്മൾ നേടുക എന്നുള്ളതാണ്. ഇനി ഇവിടെ 781 മുതൽ 782 ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് 120 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പാർട്ട് എയിൽ വരുന്നത് ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടുമായി ബന്ധപ്പെട്ടുള്ള അമെൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് വരിക. 50 മാർക്ക് അതിന് ചോദിക്കും. പാർട്ട് ബിയിൽ ഇംഗ്ലീഷ് നമ്മൾ 8ാം ക്ലാസ്സൊക്കെ ലെവലിലുള്ള ഒരു ബേസിക് ഇംഗ്ലീഷ് കാര്യങ്ങളാണ് ചോദിക്കുക. 15 മാർക്ക് അതിനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. പാർട്ട് സി എന്ന് പറയുന്നത് അരിത്മെറ്റിക് ആണ്. ഇത് എലമെൻ്ററി, ഇത് 10th ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ആ ലെവലിൽ എന്തെങ്കിലും ബുക്കുകളൊക്കെ വാങ്ങിയിട്ട് നോക്കിയാൽ മതി. ഓക്കെ, 15 മാർക്കാണ് അതിൽ വരിക. പാർട്ട് ഡി ജനറൽ നോളജ്, ഓക്കെ, ഇത് 20 മാർക്കിനാണ് വരിക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നമ്മുടെ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്റ്റ് ഇവിടെ PYQ എന്നുള്ളതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പേജ് ലോഡായി വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനടുത്ത് നമുക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അതും സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് നമ്പർ 753 കുക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 80 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. അത് 120 മിനിറ്റ് ആയിരിക്കും ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. അതിൽ നമുക്ക് ഈ പറയുന്ന കുക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള തിയററ്റിക്കലായി പ്രാക്ടിക്കൽ നോളജ് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരിക. പിന്നെ നമുക്ക് ഈ പറയുന്ന ജനറൽ നോളജും ഇംഗ്ലീഷും അരിത്മെറ്റിക് തുടങ്ങിയിട്ടുള്ള നമ്മുടെ SSLC 10ാം ക്ലാസ് ലെവലിലുള്ള ആ ഒരു മാത്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഒക്കെ നിങ്ങൾ അറിയിക്കുന്നത് മെയിൽ വഴിയായിരിക്കും, പിന്നെ ഇവരുടെ വെബ്സൈറ്റ് വഴിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഡേറ്റ് ആയിട്ടില്ല. 27/8/2024. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 കേട്ടോ. അപ്പോൾ പക്ഷേ 27 ഓഗസ്റ്റിനാണ് ഇതിൻ്റെ ലിങ്ക് ഓപ്പൺ ആവുക. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഓപ്പൺ ആവുക 27/8/2024. അപ്പോൾ നിങ്ങൾ ആ ദിവസങ്ങളിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അഥവാ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മളത് ഓർത്ത് വെക്കുമെങ്കിലും അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴത്തുനിന്ന് പുതിയതായിട്ട് നമ്മളിടുന്ന വീഡിയോയുടെ താഴത്തുനിന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകളുണ്ട്, നമ്മളത് ചെയ്ത് കാണിക്കാം. അപ്പോൾ 27/8/2024 എന്ന് പറയുന്ന ഈ ഡേറ്റ് മുതൽ നിങ്ങൾക്ക് 10/9/2024 വരെയാണ് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അത് നമുക്ക് എന്തായിരിക്കണം, വളരെ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ഫോട്ടോ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് കളറോ ആയിരിക്കണം എന്നുള്ളതാണ്. 40 KB അത് ഫയൽ സൈസ് കൂടാൻ പാടില്ല, JPG ഫോമാറ്റൊക്കെ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനൊക്കെ പറയുന്നുണ്ട്. ഇനി പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീഫണ്ട് കിട്ടാവുന്ന ഒരു പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പോസ്റ്റ് നമ്പർ 773 774 അതായത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 750 രൂപ പേ ചെയ്യണം. ഓക്കെ, അതിൽ ഈ പറയുന്ന ഫീമെയിൽ, അതുപോലെ SC ST, അതുപോലെ PWBD എക്സ് സർവീസ്മാൻ ഈ ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. ഓക്കെ, അപ്പോൾ റീഫണ്ട് ആവണമെങ്കിൽ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് റീഫണ്ട് കിട്ടുള്ളൂ. ബാക്കിയുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് റീഫണ്ട് കിട്ടുക. 250 രൂപ എന്ത് ചെയ്യും, അവർ ചാർജ് പിടിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, എക്സാം ഫീ ആയിട്ട് പിടിക്കും. അപ്പോൾ എന്നാൽ ഈ ഫീമെയിൽ, SC ST, PWBD എക്സ് സർവീസ്മാൻ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് കിട്ടും, 750 നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. 750 അവർക്ക് റീഫണ്ട് കിട്ടും. ഓക്കെ, ബാക്കിയുള്ളവർക്ക് 500 റീഫണ്ട് കിട്ടുക. 250 അവർ പിടിക്കും. ഇനി അടുത്ത പോസ്റ്റ് നമ്പർ 775 മുതൽ നിങ്ങൾക്ക് കാണാം. പോസ്റ്റ് കോഡ് 783 ആണ്. ഇത് നമുക്ക് ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക്
ഇനീഷ്യലി എല്ലാവരും ഒരുപോലെ 500 രൂപ എന്ത് ചെയ്യണം, പേ ചെയ്യണം. എന്നാൽ ഫീമെയിൽ SC/ST PWBD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും, റീഫണ്ടായിട്ട് ലഭിക്കും. എക്സാം എഴുതിയാലാണ് റീഫണ്ട് ലഭിക്കുക. പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 100 രൂപ പിടിച്ചിട്ട് 400 രൂപ റീഫണ്ട് ലഭിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിൽ ടെക്നീഷ്യൻ ബി മാത്രമല്ല കേട്ടോ, കുക്കും ഡ്രൈവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കുള്ള ഫീ വരുന്നത് ഈ പറയുന്ന 500 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാനായിട്ടില്ല, നമുക്ക് 28 ഓഗസ്റ്റിനാണ് വരിക. അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തരാം. ഇവിടെ എനിക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ എന്താണ് ഇതിൻ്റെ PYQ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ PYQ ഇവിടെ ഓപ്പൺ ആയി. ഇപ്പോൾ ഞാൻ ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഇതിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാ ഡിസിപ്ലിൻ്റെ ഇവിടെ മാക്സിമം ആഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ടൈം ആയി കഴിഞ്ഞാൽ ലിങ്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യാം. താങ്ക്